ജസ്റ്റ് ബേസ് പ്ലേറ്റിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും എങ്ങനെയൊക്കെ വരുന്നതും കാര്യങ്ങൾ നോക്കാം. അതിന് ഞാനെന്താ ഇവിടെ നമുക്ക് കോളംസ് ഒക്കെ വരച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഉണ്ടാവും എന്ത് അപ്ലിക്കേഷൻസ് ആൻഡ് കോമ്പണൻസ്. ഇതിൽ പോയാൽ നമുക്ക് കിട്ടും ഇതിൻ്റെ പല ടൈപ്സ് ഓഫ് ഐറ്റംസും മെറ്റീരിയൽസും കോമ്പണൻസും ഒക്കെ ഇവിടെ ഉണ്ടാവും. ഇതിന് ഞാൻ എന്ത് ചെയ്തു, സ്റ്റീലെടുത്തു. ഞങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ബേസ് പ്ലേറ്റ് സെർച്ച് ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ അതേപോലെ ബേസ് പ്ലേറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബേസ് പ്ലേറ്റ് എന്ന് സെർച്ച് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ആ നെയിം ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കണക്ഷൻസും കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഓരോന്നിട്ട് പോയി നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും കിട്ടും. കുറേ ടൈപ്പ് ബേസ് പ്ലേറ്റ്സ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് ഒരു ബേസ് പ്ലേറ്റ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഞാൻ ചൂസ് ചെയ്യുന്നത് ഈ ബേസ് പ്ലേറ്റ് നമ്മൾ ചൂസ് ചെയ്യുകയാണ്. ബേസ് പ്ലേറ്റ് സെലക്ട് ചെയ്യുക, ഏത് കോളത്തിലാണ് വെക്കുന്നത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് കോളത്തിൻ്റെ പൊസിഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു അടിഭാഗം പൊസിഷൻ സെലക്ട് ചെയ്തു. ആക്ച്വലി എനിക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. പ്ലേസ് ആയില്ല. ഓക്കെ, അത് പ്ലേസ് ആയിട്ടില്ല. അപ്പോൾ എനിക്ക് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. നമുക്കറിയാം ഇത് ഇതിൻ്റെ സെൻറ്ററിലോ ഈ സൈഡിലോ ആയതുകൊണ്ടാണ് എനിക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു പോയിന്റ് എനിക്കിപ്പോൾ ഈ പോയിന്റ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് സറൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക, Ctrl R, 6 അല്ല ABCDയിൽ R, Ctrl R നിൽക്കുക, ഒന്നുകൂടെ സെലക്ട് ചെയ്യുക. അത് കിട്ടാൻ ഇനി ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതായിട്ടാണ് നമുക്ക് കിട്ടുക. മിഡ് പോയിന്റ് അല്ല, റൊട്ടേറ്റ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഈ പോയിന്റ് കിട്ടാൻ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഒന്നുകൂടെ ബേസ് പ്ലേറ്റ് എടുത്തു, കോളം സെലക്ട് ചെയ്തു, ഇതിൻ്റെ താഴ് ഭാഗത്ത് എൻഡ് പോയിന്റ് ഞാൻ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു. അല്ല, Ctrl R ഞാൻ നിൽക്കാൻ കാരണം എന്താ വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യാൻ ഈസി ആക്കാനാണ്. ഐ മീൻ ഇതിപ്പോൾ ഈ പോയിന്റ് ഇപ്പോൾ ഇവിടെയാണ്. എനിക്കിപ്പോൾ ഈ പോയിന്റ് ഈ ഒരു സാധനം ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല 360യിൽ കറങ്ങും. കണ്ടോ? ഓക്കെ, ഇങ്ങനെ പോയിട്ട് എനിക്ക് സൂം ചെയ്തിട്ടൊക്കെ വേണം സെറ്റ് ചെയ്യാൻ. എനിക്കിപ്പോൾ ഇത് ഡിപ്പെൻഡ് ആയിക്കാണ്ട് ഇത് ഒരു സെൻറ്റർ പോയിന്റ് ആയിട്ട് എനിക്ക് റൊട്ടേറ്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്, അതായത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് ബേസ് ചെയ്തിട്ടാണ് ഇത് ബേസ്, അത് സെലക്ട് ചെയ്തിട്ട് Ctrl R അടിക്കുക. എന്നിട്ട് ഒന്നുകൂടെ ആ കോളം സെലക്ട് ചെയ്യുക. അപ്പോൾ എന്താവും, ഇത് പോയിന്റ് ചെയ്തിട്ട് നമുക്ക് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ബേസ് പ്ലേറ്റ് എടുത്തു, കോളം സെലക്ട് ചെയ്തു, ഇതിൻ്റെ എൻഡ് പോയിന്റ് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, എന്തായിട്ടുണ്ട്, നമുക്കൊരു ബേസ് പ്ലേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ എസ്കേപ്പ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബേസ് പ്ലേറ്റ് എങ്ങനെ കസ്റ്റം ചെയ്യാൻ നോക്കാം. അതിനെന്ത് ചെയ്യുക, ബേസ് പ്ലേറ്റ് സെലക്ട് ചെയ്യുക. ഒന്നെങ്കിൽ ഇവിടെ സെറ്റിങ്സ് പോയിട്ട് കോമ്പണൻറ്റ് പ്രോപ്പർട്ടീസ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താലും ഓക്കെയാണ്. ഒന്നെങ്കിൽ സെറ്റിങ്സ് പോവുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും വരും, അല്ലെങ്കിൽ കോമ്പണൻറ്റ് പ്രോപ്പർട്ടീസ് എടുത്താലും നമുക്ക് അങ്ങനെയും കിട്ടും. ഇത് ഞാൻ 2 വട്ടം ക്ലിക്ക് ആയതുകൊണ്ട് ഇത് ഓവർലാപ്പ് ആയിട്ടുണ്ട്. ഓവർലാപ്പായി എങ്ങനെ ഒരു കളറായി വരും കേട്ടോ. കാരണം ഞാൻ വ്യൂ റേഞ്ച് സെറ്റ് ചെയ്യാതെ താഴോട്ടാക്കാതെ ഓപ്പൺ ചെയ്തപ്പോൾ 2 വട്ടം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അത് സെലക്ട് ചെയ്തു, കോമ്പണൻറ്റ് പ്രോപ്പർട്ടീസ് എടുത്താലേ നമുക്ക് ഇതിൻ്റെ ബേസ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പിക്ചർ എന്നുള്ളൊരു റെപ്രസെൻറ്റേഷനിൽ വരുന്നത്. ഇതിൽ ഡിഫാൾട്ടായിട്ടുള്ള സ്പേസിങ് പോലും കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കുറച്ചോ കുറവോ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അപ്ലൈ എല്ലാം മോഡിഫൈ കൊടുക്കുക. അപ്പോൾ എന്താവും, 100 പോരാ, ഐ മീൻ ലൈക്ക് മിനിമം 100 + 100 കൂട്ടാം. ഞാനൊരു 300 കൊടുത്തു. മോഡിഫൈ കൊടുത്താൽ ഇവിടെ കയറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 200 മതിയെങ്കിൽ ഇവിടെ 200 മോഡിഫൈ, ഒരു സൈഡ് കുറഞ്ഞ സൈസ്. ഓക്കെ, ഈ ടിക്കും അൺടിക്കും മെൻഷൻ ചെയ്യണം. എന്താ വെച്ചാൽ ഇതിപ്പോൾ ഞാൻ അൺടിക്ക് ചെയ്തിട്ടാണിത് ഞാൻ 0 ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് മോഡിഫൈ ആവൂല. ഐ മീൻ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ 100 ആക്കി, അൺടിക്ക് ചെയ്തു, എന്നിട്ട് മോഡിഫൈ ചെയ്തു. ഇപ്പോൾ കുറയുന്നില്ല, കണ്ടോ? ഈ സൈഡ് ഇപ്പോൾ 0 ആയിട്ടുണ്ട്. ഇത് ഞാൻ ടിക്ക് ചെയ്ത് കാണ്ട് ഞാൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്താലാണ് ഇത് വർക്കൗട്ട് ആവുള്ളൂ. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ആക്കുമ്പോൾ അതിപ്പോൾ ഞാനിപ്പോൾ അൺടിക്ക് ചെയ്ത് കാണാൻ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു 500 ആക്കി, എന്നിട്ട് എന്ത് ചെയ്തു, മോഡിഫൈ ചെയ്തു. ആവുന്നില്ല. ഇനി ആയിട്ടുണ്ട്, അതെന്താ ടിക്ക് വന്നിട്ടുമുണ്ട്. അപ്പോൾ അത് നോക്കണം, അൺടിക്കും ടിക്കും നോക്കണം. ചിലപ്പോൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താവും, 0 ഇട്ടാൽ 0-ലോട്ട് എത്തും. പക്ഷേ നമുക്ക് ഇത് ഡിഫാൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇറേസ് ചെയ്തിട്ട് മോഡിഫൈ ചെയ്യണം.
ഓക്കെ 0 തൊട്ട് 0 എത്തും. പക്ഷെ നമുക്ക് ഡിഫോൾട്ട് സൈസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇറേസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് വേണം മോഡിഫൈ ചെയ്യാൻ. ഓക്കെ, പിന്നെ ഇത് അതായത് കോളമും ബേസ് പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ എന്താ പാർട്സ് പോയാൽ നമുക്ക് ഇതിൻ്റെ തിക്നെസ്, പ്ലേറ്റിൻ്റെ തിക്നെസ്. അനാലിസിസ് അല്ല, അതിപ്പോൾ പ്ലേറ്റിൻ്റെ കേസ് ആണെങ്കിൽ ഓരോ കമ്പനി ഡിപ്പെൻസ് ഓർക്ക് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ഓലെ ഒന്നെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഓർക്ക് കസ്റ്റം ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് അനാലിസിസ് സൈഡ് അല്ല, നമ്മൾ മോഡലിംഗ് സൈഡാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് വേണം, ലൈക്ക് കമ്പനി തരുന്ന പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഒന്നെങ്കിൽ ഓല് തരും, കസ്റ്റം ചെയ്ത് തരും. അല്ലെങ്കിൽ എങ്ങനെ എന്താ പറയുക, ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മിഡിൽ ഈസ്റ്റ് ടൈപ്പ് എടുത്തത്. ഈ നമ്പറിൽ ഓല് എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. വലിയ സ്ട്രക്ചേഴ്സ് ഒന്നും നമുക്ക് ബോധേഡല്ലോ, ഒരു ബേസ് പ്ലേറ്റ് കൊടുത്താൽ മതി. അതായത് ഇപ്പോൾ ഇതിൻ്റെ നമ്പറിങ് 1042 വരെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കസ്റ്റം ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ജസ്റ്റ് 1042 ബേസ് പ്ലേറ്റ്സ് എല്ലാം ഇടണം, അങ്ങനെ ഉണ്ടാവുള്ളൂ നമ്മളെ മോഡലിംഗ് ഡീറ്റെയിലിങ്ങിൽ. അത് നമ്മൾ ഡയറക്റ്റ് ഇട്ടാൽ മതിയാവും. ഞാൻ അതിൽ വല്ല ബേസ് പ്ലേറ്റിൻ്റെ തിക്നെസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഓല അങ്ങനെ പറയാം. ഇനി അതുമല്ലാതെ ഞാൻ കാണിച്ചു തരാം. ഇതല്ലാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സിംഗിൾ എലമെൻ്റ് ആയിട്ട് നമുക്ക് സെലക്ഷൻ. ഇവിടെ ഉണ്ട് ഒരു വേറെ ഓപ്ഷൻ, സെലക്ട് ഒബ്ജക്ട്സ് ഇൻ കോമ്പണൻസ്. ഇതിപ്പോൾ നമ്മൾ സെലക്ട് കോമ്പണൻസിലാണ് വർക്ക് ചെയ്യുന്നത്. സെലക്ട് ഒബ്ജക്ട്സ് ഇൻ കോമ്പണൻസ് നമുക്ക് എടുത്താൽ എന്ത് ചെയ്യാം, എനിക്കിതാ ഓരോന്ന് നമുക്ക് കസ്റ്റം ചെയ്യാം. ആങ്കർ റോഡിൻ്റെ പ്രൊഫൈൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വല്ല HSSൻ്റെ സ്ക്വയർ ആക്കാം. ഇതാണ് കിടക്കുന്നത്, സർക്കുലർ സെക്ഷൻസ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയും കസ്റ്റം ചെയ്യാം, അത് ഡിപ്പെൻസ് ആണ്. അപ്പോൾ കമ്പനീൻ്റെ ഡിമാൻഡ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാനെന്ത് ചെയ്തു, കോമ്പണൻറ്റ് പ്രോപ്പർട്ടീസ് പോയിക്കാണ്ട് ഞാനെന്ത് ചെയ്തു, പാർട്സിൻ്റെ കേസസ് ഞാൻ പറഞ്ഞു. മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യുക. സ്റ്റീലിലോട്ട് പോയാൽ നമുക്ക് വേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളും. പാരാമീറ്റേഴ്സ് എടുക്കുമ്പോൾ എന്താവും, നമുക്ക് ഇതിൽ ഡിസൈൻ ഓഫ് ഓണാണെന്ന് നോക്കണ്ട, എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് നോക്കാം. ഇതിലിപ്പോൾ ഇവിടുത്തെ എന്തോ ഒരു ഇതാണ് നമുക്ക് കസ്റ്റം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വാല്യൂ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇനി അതല്ല, ഇത് വേറെ ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ ഗ്രൂവ്സ്, ഹോൾസും കാര്യങ്ങളും നമുക്കിതാ ഈ മോഡലാണ് ഇപ്പോൾ ആക്റ്റീവായി കിടക്കുന്നത്. ഈ മോഡലിലാണ് ഇപ്പോൾ ആക്റ്റീവായി കിടക്കുന്നത്. അതായത് ഹോൾസിൻ്റെ കൗണ്ട് അല്ല, ടൈപ്പ്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ സ്ക്രോൾ ബട്ടണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം, അല്ലെങ്കിൽ താഴോട്ട് ഇങ്ങനെ കൊണ്ടുപോയാൽ ഈ ടൈപ്പിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്താൽ ഇതാവും, ആ ടൈപ്പിലോട്ട് എത്തും. ഇവിടെ ഹോൾസ് ഉണ്ടാവില്ല, പക്ഷേ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ എത്തുന്നുള്ള രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, സൈഡിലോട്ട് ചേഞ്ച് ചെയ്യാനുള്ള ചേഞ്ച് ചെയ്യാം. പിന്നെ ഇവിടെയുണ്ട്, ഇവിടെ നമുക്ക് വേണ്ട ഇല്ല ഹോൾസ് ആഡ് ഓൺ ചെയ്യാനൊക്കെയാണ്. അപ്പോൾ നമുക്ക് പ്ലേറ്റ് എടുത്ത് ഡയറക്റ്റ് ആഡ് ഓൺ ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ 4 ഹോൾസ് എങ്ങനെയാണ് വരേണ്ടത്, അതിന് ബോൾസും കാര്യങ്ങളും മോഡിഫൈ ചെയ്ത് നോക്കാം. ഇതവിടെ പോസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നെ ജനറലായിട്ട് വന്നാൽ അതിൻ്റെ ജസ്റ്റ് ഡയറക്ഷനും പൊസിഷനും അങ്ങനെയുള്ള കേസസൊക്കെയാണ്. ഇതിലോട്ട് ഞാൻ കിടക്കുന്നില്ല. ആങ്കർ റോഡ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്. ആങ്കർ റോഡ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബെൻഡ് ചെയ്യാം. മോഡിഫൈ ചെയ്താൽ ബെൻഡായി. കുറേ ഡീറ്റെയിലിംഗ് ഉണ്ട് ഇതിൽ, ഓരോന്നും വേറെ വേറെ ടൈപ്പ്. എയും ബിയും. ഇതിപ്പോൾ ബി എന്ന് പറയുന്നത് നമുക്ക് എത്ര വേണ്ടേ, എൻ്റെ ഡീറ്റെയിലിങ്. അങ്ങനെ ഓരോന്നിൻ്റെ ഡീറ്റെയിലിങ് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഡി ആണ്. ഡി എന്താ ഉദ്ദേശിക്കണത്, അങ്ങനെ ഓരോന്നിനും ഓരോ വാല്യൂസ്. ഇത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിലുണ്ട് കുറേ വാല്യൂസ്, ഓരോന്നും 2 നെറ്റ് കാര്യങ്ങൾ. നെറ്റിൻ്റെ കൗണ്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാം. അങ്ങനെയുള്ള കേസസൊക്കെ നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ പ്ലേറ്റ് എക്സ്ട്രാ വേണോ കാര്യങ്ങൾ, ഇപ്പോൾ ഏത് ടൈപ്പാണ് വേണ്ടത്, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ ഐറ്റംസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഓരോന്ന് ആഡ് ചെയ്ത് കസ്റ്റം ചെയ്യാനും പറ്റും. അതിനുള്ള കേസസൊക്കെ നമുക്കിവിടെ ആഡ് ഓണും കാര്യങ്ങളൊക്കെ പറ്റും. ഓരോ പ്രൊഫൈലിൻ്റെ തിക്നെസ് ഇതാ, എക്സ്ട്രാ പ്രൊഫൈൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ബോൾട്ടിങ്ങിൻ്റെ മാത്രം, ബോൾട്ടിങ്ങിൻ്റെ ഇതാ ഓരോ ബോൾട്ടും ഉള്ളിലോട്ടും പുറത്തോട്ടും എത്ര ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതാ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബോൾട്ടിങ്ങിൻ്റെ ടൈപ്പ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. അനാലിസിസ് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ വാല്യൂസൊക്കെ കൊടുത്തു. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഡിഫാൾട്ട് ലെങ്ത്തും വിടുത്തൊന്നും അറിയില്ലല്ലോ. നമുക്ക് ഇതിൽ കസ്റ്റം ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര വാല്യൂ വേണ്ടതെന്ന് വെച്ചാൽ കസ്റ്റം ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇതിൻ്റെ ആക്ച്വൽ വാല്യൂസും കാര്യങ്ങളും അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മെഷർ ചെയ്തൊന്ന് എടുക്കാം.